1969 മാർച്ച് 3-ന് US നേവി അവരുടെ ഏറ്റവും സമർത്ഥരായ പൈലറ്റുകൾക്ക് വേണ്ടി ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ചു. ആകാശ യുദ്ധമുറകൾ പഠിപ്പിക്കാനും ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുമാരെ വാർത്തെടുക്കാനുമായിരുന്നു അവരത് സ്ഥാപിച്ചത്. ആ പ്രസ്ഥാനം വളരെ വിജയമായി. ഇന്ന് നേവിക്കാരതിനെ വിളിക്കുന്നത് ഫൈറ്റർ വെപ്പൺസ് സ്കൂൾ എന്നാണ്. എന്നാൽ പൈലറ്റുമാരതിനെ വിളിക്കുന്നത് ടോപ്പ് ഗൺ എന്നാണ്. ആദ്യം കാണിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അവിടെ ഒരു ജെറ്റ് കാരിയർ നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾക്കാർക്ക് റഡാറിൽ ഒരു മെസ്സേജ് കിട്ടി. ഒരു അൺനോൺ എയർക്രാഫ്റ്റ് അവരുടെ ടെറിട്ടറിയിലേക്ക് പ്രവേശിച്ചു. ഈ കറുത്ത വിമാനം കണ്ടില്ലേ, അതാണ്. ഈ വിമാനത്തിന്റെ പേര് MiG-28 എന്നാണ്. അങ്ങനെ ഈ സംഭവത്തിനെ തുടർന്ന് 2 ടീമിനെ അവരങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ 2 ടീം അങ്ങോട്ട് പോയിരിക്കുന്ന വിമാനത്തിന്റെ പേര് F-14 എന്നാണ്. ഈ F-14 വിമാനത്തിനെക്കാളും കിടിലൻ ഈ MiG-28 ആണ്. അതിൽ ആദ്യത്തെ വിമാനത്തിലിരിക്കുന്നത് 2 പേരാണ്. അതിലൊന്ന് നമ്മുടെ ഹീറോ പീറ്റ് മാവറിക് മിച്ചൽ, അതാണ് ഇവന്റെ പേര്. ഇവനെ വിളിക്കുന്നത് മാവറിക് എന്നാണ്. ഇവന്റെ പുറകിലായിട്ടിരിക്കുന്നത് ഗൂസ് ആണ്. ഇവർ തമ്മിൽ ചുമ്മാ അങ്ങനെ കൊളീഗ്സ് അല്ല, ആത്മാർത്ഥ സുഹൃത്തുക്കൾ കൂടെയാണ്. ഇനി അപ്പുറത്തെ വിമാനത്തിലുള്ളവന്റെ പേര് മുന്നിലിരിക്കുന്നവൻ കൂഗർ, പുറകിലിരിക്കുന്നവൻ മെർലിൻ. അങ്ങനെ അവരിപ്പം ആ MiG-28 ചെക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ നേരമായിട്ട് അവരതിന്റെ പുറകെ പോകുന്നുണ്ട്. പക്ഷെ അത് പിടികൊടുക്കുന്നില്ല. അവരാദ്യം നോക്കുന്നത് അതിൽ എത്ര ആൾക്കാരുണ്ടെന്നാണ്. 2 പേര് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ദൂരെ ആയതുകൊണ്ട് അവർക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ മാവറിക് ആണെങ്കിൽ അതിന് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ MiG-28 ആണെങ്കിൽ പിടികൊടുക്കുന്നുമില്ല. അങ്ങനെ ആ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു MiG-28 കൂടെ അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ടോട്ടൽ 2 എണ്ണമായി. അതിപ്പം അവരുടെ തൊട്ടടുത്തുകൂടെയാണ് വളരെ വേഗത്തിൽ പറന്നുപോയത്. ആദ്യമായിട്ടാണ് ഒരു MiG-28നെ അവർ ഇത്രയ്ക്ക് അടുത്ത് കാണുന്നത്. അത് അവരവിടുന്ന് വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ഇതിനിടയിൽ മാവറിക് ഇപ്പം ഒരു കാര്യം പ്ലാൻ ചെയ്തു. അവർ ഓരോരുത്തരായിട്ട് ഓരോ മിഗിനെ ഫോളോ ചെയ്യാം. ആ കാര്യം അവൻ കൂഗറിനോട് പറഞ്ഞു. എന്നാൽ കൂഗർ നോക്കുമ്പോൾ അവന്റെ നേരെ മുമ്പിലായിട്ട് സൂര്യനുണ്ട്. അത് കാരണം അവൻ ആ വിമാനത്തിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു രീതിയിലും അവന്മാരിപ്പോൾ പിടികൊടുക്കാത്ത കാരണം മാവറിക് ഇപ്പം ഒരു കാര്യം തീരുമാനിച്ചു: മിസൈല് ലോക്ക് ചെയ്യാം. ഈ മിസൈല് ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? മിസൈല് ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇപ്പം മിസൈൽ ഷൂട്ട് ചെയ്യുന്നതാണ്. ഈ മിസൈല് ലോക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു പച്ച എയിമറാണ് ഓൺ ആവുക. ലോക്ക് ആയി കഴിയുമ്പോൾ അത് റെഡ് ആയിട്ട് മാറും. റെഡ് ആയി കഴിഞ്ഞാൽ ഉടനെ മിസൈൽ ഫയർ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. ഈ സമയം ഏത് വിമാനത്തിനെയാണോ മിസൈൽ ലോക്ക് ചെയ്തിരിക്കുന്നത് അയാൾക്കും ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പം ആ മിസൈലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആൾക്ക് പ്രിപ്പറേഷൻസ് നടത്താം. പക്ഷെ ഇവരുടെ ഈ കാര്യത്തിൽ മിസൈൽ ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി. മിസൈൽ ഫയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു യുദ്ധമൊന്നുമല്ലല്ലോ. അവര് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കും ഫയർ ചെയ്യാം. അങ്ങനെ മാവറിക് ഇപ്പം ആ മിസൈൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ മിസൈൽ ലോക്കായി കഴിഞ്ഞപ്പം ആ മിഗ് ആണെങ്കിൽ അവിടുന്ന് വഴി മാറിപ്പോവുകയും ചെയ്തു. അതിൽ ഇവര് വിചാരിച്ചിരിക്കുന്നത് അവൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ആ മിഗ് ഇപ്പൊ കറങ്ങിത്തിരിഞ്ഞ് കൂഗറിന്റെ വിമാനത്തിന്റെ പുറകിലെത്തി. എന്നിട്ട് ആ വിമാനം ഇപ്പൊ കൂഗറിന്റെ വിമാനത്തിനെ മിസൈല് ലോക്ക് ചെയ്യാണ്. അത് കാണുമ്പോൾ കൂഗറിന് ശരിക്കും ടെൻഷനായി. അവൻ ഉടനെ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു വെക്കുന്നത് എന്റെ വിമാനം അവന്മാർ മിസൈല് ലോക്ക് ചെയ്തു, ഞാൻ അങ്ങോട്ട് ഫയർ ചെയ്തോട്ടെ എന്നാണ്. എന്നാൽ അവരുടെ കമാൻഡർ അതിന് സമ്മതിക്കുന്നില്ല. ഒരിക്കലും നമ്മൾ ആദ്യം അങ്ങോട്ട് ഫയർ ചെയ്യരുത് എന്നാണ് അയാൾ പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ കൂഗറിനാണെങ്കിൽ വീണ്ടും ടെൻഷനായി. ഈ സമയം തന്നെ ഗൂസും മാവറിക്കും ഒരു ഡിസ്കഷനിലാണ്. ഗൂസ് ഇപ്പൊ നോക്കുമ്പോൾ ആ മിഗ് എന്ന വിമാനം കൂഗറിന്റെ തൊട്ട പുറകിലാണ്. അവൻ ഇപ്പൊ വേണമെങ്കിൽ കൂഗറിനെ ഫയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കൂഗറിന് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഈ കാര്യം അവൻ മാവറിക്കിന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ അത് കേൾക്കുന്ന മാവറിക്ക് പറയുന്നത്, ഏയ് നീ അങ്ങനെ ചിന്തിക്കല്ലേ, ഇതിനായിരുന്നെങ്കിൽ അവൻ അത് എപ്പോഴേ ചെയ്യാമായിരുന്നു. ഇത് ചുമ്മാ അവൻ പേടിപ്പിക്കുന്നതാണ്. അവനെ നമുക്ക് കിട്ടത്തില്ലെങ്കിൽ നമുക്ക് അവന് നല്ലൊരു പണി കൊടുക്കാം എന്നാണ് മാവറിക്ക് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം മാവറിക്ക് വേഗം അവന്റെ വിമാനം ആ മിഗിന്റെ അടുത്തേക്ക് വിട്ടു. എന്നാൽ പോകുന്ന വഴിക്ക് അവൻ അവന്റെ വിമാനം ഇങ്ങനെ തല കുത്തനെ മറിച്ചു. ഈ ഒരു സ്കില്ല് ഇവന്റെ മാത്രം പ്രത്യേകതയാണ്. ഇതുപോലെ കുറെ എണ്ണം ഇവന്റെ കയ്യിലുണ്ട്. അങ്ങനെ തല കുത്തനെ മറിച്ചതിന് ശേഷം അവൻ ആ മിഗിന്റെ മുകളിലേക്ക് ചെന്നു. ഈ സമയം പുറകിലിരിക്കുന്ന ഗൂസ് ആണെങ്കിൽ ആ മിഗിനകത്തിരിക്കുന്ന പൈലറ്റിന്റെ ഒരു ഫോട്ടോയോ എടുത്തു. അതിനുശേഷം അവന്മാര് വിമാനം പുറത്തേക്കാക്കി. അവരുടെ ഈ ഒരു മൂവ് കണ്ടപ്പം ആ മിഗിലിരിക്കുന്ന പൈലറ്റ് ശരിക്കും വരണ്ടുപോയി. അതുകൊണ്ട് അവൻ അവന്റെ വിമാനവുമായിട്ട് നൈസായിട്ട് അവിടെ സ്കൂട്ടാവുകയാണ്. അവന്റെ പുറകിലായിട്ട് തന്നെ മറ്റേ മിഗും അവിടുന്ന് പോയി. അങ്ങനെ മാവറിക്കിന്റെയും ടീമിന്റെയും ഈ ഒരു മിഷൻ സക്സസ് ആയി. എന്നാൽ ഈ സമയത്താണ് കൂഗറിനൊരു പണി കിട്ടുന്നത്. അവനൊരു പാനിക് അറ്റാക്ക് വന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ ബാക്കി ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഈ സമയം മാവറിക് അവനോട് പറയുന്നത്, ഞങ്ങളുടെ ഫ്യൂവല് തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം ലാൻഡ് ചെയ്യാൻ പോവാണ്, നീ വേഗം അങ്ങോട്ട് വന്നേക്കെന്നും പറഞ്ഞിട്ട് മാവറിക് അവന്റെ വിമാനവുമായിട്ട് നേരെ ഷിപ്പിലേക്ക് പോയി. ഈ സമയം കൂഗറിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അതിനിടയിൽ അവന്റെ പുറകിലിരിക്കുന്ന ആ മെർലിൻ ഉണ്ടല്ലോ, അവനൊരു കാര്യം പറഞ്ഞു, എടാ നമ്മുടെ ഫ്യൂവലും കുറവാണ്, നീ ഇവിടെ ഇങ്ങനെ നിർത്താതെ വേഗത്തിൽ ലാൻഡ് ചെയ്യാനുള്ള പരിപാടി നോക്ക് എന്നാണ് മെർലിൻ പറയുന്നത്. എന്നാൽ കൂഗറാണെങ്കിൽ അതിനൊരു മറുപടിയും പറയുന്നില്ല. അവനിങ്ങനെ വല്ലാണ്ട് ശ്വാസം മുട്ടുകയാണ്. അതുകൊണ്ട് അവൻ ആ വിമാനം ഇപ്പോൾ എയറിൽ തന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഇപ്പൊ കൺട്രോൾ റൂമിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി. അവർക്ക് എല്ലാവർക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും മാവറിക് ആണെങ്കിൽ അവന്റെ വിമാനവുമായിട്ട് അവരുടെ ഷിപ്പിന്റെ മുകളിലേക്ക് എത്തി. അവരിപ്പോൾ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങാണ്. എന്നാൽ ഈ സമയത്താണ് കൂഗറിന് പണി കിട്ടിയ കാര്യം മാവറിക്കിന് മനസ്സിലാവുന്നത്. ആ കാര്യം അവൻ ഗൂസിനോട് പറയുകയും ചെയ്തു.
ഈ സമയം ഗൂസ് പറയുന്നത് നിന്റെ സ്വഭാവം വെച്ച് നീ ഇപ്പൊ തിരിച്ചു പോവല്ലോ, പക്ഷെ ഇപ്പൊ അത് വേണോ, നമ്മുടെ ഫ്യൂല് തീരെ കുറവാണ്, അതുകൊണ്ടൊന്ന് ആലോചിച്ചിട്ട് പോരെ എന്ന് ഗൂസ് പറഞ്ഞു നോക്കി. എന്നാൽ മാവറിക് ഉണ്ടോ അത് കേൾക്കുന്നു. അവൻ ഉടനെ തന്നെ ആ വിമാനം ഷിപ്പിലേക്ക് ലാൻഡ് ചെയ്തു. എന്നിട്ട് ആ ടയർ നിലത്ത് മുട്ടിയതും അവൻ പിന്നെ ആ വിമാനം ഉയർത്തുകയാണ്. എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് നേരെ കൂഗറിന്റെ അടുത്തേക്ക് വിട്ടു. അവൻ ഇപ്പം ഈ ചെയ്ത കാര്യം കൺട്രോൾ റൂമിലുള്ള ആൾക്കാരും കാണുന്നുണ്ട്. കമാൻഡർ ഇപ്പം അവനെ തിരിച്ചു വിളിക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതിൽ തീരെ ഫ്യൂല് കുറവാണ്. പൈലറ്റിനേക്കാൾ കൂടുതൽ അവർ നോക്കുന്നത് വിമാനത്തിന്റെ സേഫ്റ്റിയാണ്. ഒരു വിമാനം പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന് വലിയൊരു നഷ്ടമാണ്. എന്നാൽ കമാൻഡർ വിളിച്ചെങ്കിലും മാവറിക് ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവനങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ കൂഗറിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് വളരെ ശാന്തമായിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. മാവറിക് ഇപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കാമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് കൂഗർ ഇപ്പൊ പതുക്കെ അവന് വിമാനം താഴ്ത്താൻ തുടങ്ങി. അവരിപ്പം ആ ഷിപ്പിന്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവനിങ്ങനെ വിമാനം താഴ്ത്തുമ്പം അത് പൂർണ്ണമായിട്ട് അവന്റെ കൺട്രോളിലല്ല, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ അവന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് വിമാനം ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാവറിക് ആണ് ഈ കട്ടയ്ക്ക് അവന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ കൂഗർ ഇപ്പം ആ വിമാനം ഷിപ്പിന്റെ മുകളിലേക്ക് ലാൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കമാൻഡർ ഇപ്പം കൂഗറിനെ വിളിപ്പിച്ചു കാര്യം ചോദിക്കാൻ വേണ്ടി. ഈ സമയം കൂഗർ പറയുന്നത്, പെട്ടെന്നൊരു നിമിഷം ഞാൻ എന്റെ വീട്ടുകാരെ ഓർത്തുപോയി. എനിക്ക് ഭാര്യയും ഒരു മകനുമാണുള്ളത്. എന്നാൽ മകന്റെ മുഖം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഇന്നത്തെ ദിവസം ഞാൻ അവൻ അനാഥനാക്കിയനെ. അതുകൊണ്ട് എനിക്കിനി ഈ ജോലിയിൽ തുടരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ജോലിയും റിസൈൻ ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. അത് കാണുമ്പം കമാൻഡറിന് ശരിക്കും നിരാശയായി. കാരണം കൂഗർ എന്ന് പറയുന്നത് അവിടുത്തെ നമ്പർ 1 പൈലറ്റാണ്. അടുത്തതായിട്ട് കമാൻഡർ ഒളിപ്പിക്കുന്നത് മാവറിക്കിനെയും ഗൂസിനെയാണ്. അയാൾ കുറച്ച് ദേഷ്യത്തിലാണ് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. മാവറിക്, നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ നിന്റെ പ്ലെയിൻ താഴെ ഇറക്കുകയായിരുന്നു വേണ്ടത്. ഒരു കാര്യം നീ ഓർക്കണം, പ്ലെയിൻ നിന്റെ കാശല്ല, നാട്ടുകാരുടെ കാശാണ്. ജീവിതകാലം മുഴുവൻ നീ ജോലി ചെയ്താലും അത്രയും കാശ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും കാലം നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? നിന്റെ സെക്ഷൻ ലീഡർ യോഗ്യത 3 തവണയാണ് നീ കളഞ്ഞു വിളിച്ചത്. ഞാൻ തന്നെ 2 തവണ നിന്നെ പണിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പല തവണ പല എയർ കൺട്രോൾ ടവറിന്റെ മുകളിലൂടെ നീ വിമാനം ഓടിച്ചിട്ടുണ്ട്. അതിലൊരു തവണ അഡ്മിറലിന്റെ മകളെയും നീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ അത്രയും പറയുമ്പോൾ ഗൂസ് അവിടെ നിന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ, മോനെ ഗൂസേ, നിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. ഇനി മാവറിക്കിനോട്, നിനക്ക് ഈ നേവിയിൽ നിന്റെ ഫാമിലിയുടെ കാര്യം അറിയാലോ. നിന്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നു നേവിയിലാണ്. അയാൾ അത്ര നല്ല പേരല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങേരുണ്ടാക്കിയ ആ ചീത്ത പേര് നീ വേണം മാറ്റിയെടുക്കാൻ. ഇത്രയും റെസ്പോൺസിബിലിറ്റി നിനക്കുള്ളപ്പം നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അത്രയും കാര്യങ്ങളൊക്കെ അയാൾ വിടാതെ ഇങ്ങനെ പറയുമ്പോൾ മാവറിക്ക് പറയുന്നത്, നേവിയിലെ ഏറ്റവും ബെസ്റ്റ് പൈലറ്റായിട്ട് ഈ രാജ്യത്തിനെ സേവിക്കണം, അത്ര മാത്രമേ എനിക്കുള്ളൂ എന്നാണ്. അതേക്കുമ്പോൾ, നോക്കൂ മാവറിക്, ജന്മനാ തന്നെ നിനക്ക് പൈലറ്റിന്റെ കഴിവുകളുണ്ട്. പക്ഷെ നിനക്ക് ഓവർ കോൺഫിഡൻസ് കൂടുതലാണ്. എനിക്ക് നിന്നെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ അറിയാഞ്ഞിട്ടല്ല, അത് പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഈ സിറ്റുവേഷനിൽ ഞാനിപ്പോൾ പെട്ട അവസ്ഥയിലാണ്. ആ ടോപ്പ് ഗണ്ണിലേക്ക് നിന്നെയും ഗൂസിനെയാണ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോട് വേഗം അങ്ങോട്ട് പോകാൻ നോക്ക്. ലോകത്തിലെ ഏറ്റവും മികച്ച ഫൈറ്റർ പൈലറ്റുമാരെ നിങ്ങൾ അവിടെ 5 ആഴ്ച നേരിടും. ഇവിടുത്തെ കാര്യത്തിൽ നീ നമ്പർ 2 ആയിരുന്നു. കൂഗർ ആയിരുന്നു നമ്പർ 1. പക്ഷെ കൂഗർ നിർത്തിപ്പോയി. ഇപ്പൊ നിങ്ങളാണ് നമ്പർ 1. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങോട്ട് പോകുന്നൊക്കെ ശരി. ഒരു കാര്യം മനസ്സിൽ വെച്ചോ, അവിടെ ചെന്നിട്ട് നീ എന്തെങ്കിലും ഒരു ഉടായ്പ് കാണിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വല്ല കാർഗോ പ്ലെയിൻ ഓടിച്ച് ജീവിക്കേണ്ടി വരും നിനക്ക്. ഇത്രയും കാര്യങ്ങളാണ് കമാൻഡർ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. ടോപ്പ് ഗണ്ണിലേക്കൊക്കെ സെലക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. കാരണം ഏതൊരു പൈലറ്റും ആഗ്രഹിക്കുന്നത് അവിടെ പോയി ട്രെയിൻ ചെയ്യാനാണ്. അങ്ങനെ ഇത്രയൊക്കെ അവർ ചീത്ത പറഞ്ഞെങ്കിലും അവർ പോകാൻ നേരത്ത് അയാൾ അവർക്കൊരു ഗുഡ് ലക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാവറിക് അവന്റെ ബൈക്കിൽ ടോപ്പ് ഗണ്ണിലേക്ക് പുറപ്പെട്ടു. ഇവൻ ഈ ബൈക്ക് ഓടിക്കുന്ന ഈ സീനുണ്ടല്ലോ, ടോം ക്രൂസിന്റെ ഒരു ഐക്കോണിക് സീനാണിത്. അവൻ ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് അപ്പുറത്തു കൂടെ ഒരു ഫൈറ്റർ ജെറ്റും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവൻ അതിനെ നോക്കിയിട്ട് ഒരു ഹായ് പറയാണ്. ഇനി കാണിക്കുന്നത് ടോപ്പ് ഗണ്ണിലെ ഒരു ക്ലാസ് സെക്ഷനാണ്. ഒരു ഇൻസ്ട്രക്ടർ പുതിയ ബാച്ചിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ബാച്ചിൽപ്പെട്ടതാണ് മാവറിക്കും ഗൂസും. എന്തൊക്കെയാണ് ഈ ടോപ്പ് ഗണ്ണിൽ പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ആ ഇൻസ്ട്രക്ടർ സംസാരിക്കുന്നത്. അതായത് ഡോഗ് ഫൈറ്റിംഗ്. ഈ ഫൈറ്റർ ജെറ്റുകൾ തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതിനെയാണ് ഈ ഡോഗ് ഫൈറ്റ് എന്ന് പറയുന്നത്. അതിലിവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എയർ കോമ്പാക്ട് മനൂവറിങ്ങിനാണ്. ഈ മനൂവറിംഗ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്ത്രപരമായിട്ട് ഈ വിമാനം ഓടിക്കുന്ന പരിപാടി, അതൊക്കെയാണ് ഇവരിതിൽ പഠിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഈ തന്ത്രപരമായിട്ട് ഈ ജെറ്റ് ഓടിക്കാൻ അറിഞ്ഞാലേ ഒരു യുദ്ധം വരുന്ന സമയത്തൊക്കെ ഇവർക്ക് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം അയാൾ ഇപ്പോൾ അവരുടെ കമാൻഡർ വിളിക്കുകയാണ്. ഇയാളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫൈറ്റർ പൈലറ്റ്. ഇയാളുടെ പേര് മൈക്ക് എന്നാണ്. ഇനി ഇയാൾ തന്നെയായിരിക്കും ഈ ബാച്ചിന്റെ കമാൻഡറും. അങ്ങനെ അയാൾ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുതിയ ബാച്ചിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് നേവിയിലെ ഏറ്റവും മികച്ച പൈലറ്റുമാര്. പക്ഷെ നിങ്ങളിൽ ഏറ്റവും മികച്ചത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടോപ്പ് ഗണ്ണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദിവസവും മിനിമം 2 യുദ്ധ ദൗത്യമെങ്കിലും കാണും. അതിനിടയിൽ ക്ലാസ്സും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ പ്രകടനത്തിന് മാർക്കിടലും ഉണ്ടാവും. ഇവിടെ നമ്പർ 2 എന്നൊരു സ്ഥാനമില്ല. ആരാണോ നമ്പർ 1 അവനാണ് പോയിന്റ് ഉണ്ടായിരിക്കുക. പിന്നെ ഓരോ കോമ്പാക്റ്റിലും നിങ്ങൾ നേരിടേണ്ട വെല്ലുവിളി വളരെ വ്യത്യസ്തമായിരിക്കും. ഓരോ ലെവലിലേക്ക് എത്തുമ്പോഴും അതിന്റെ ഡിഫിക്കൽട്ടി ലെവല് കൂടി വരും. നിങ്ങൾ ഇതിനു മുമ്പ് എങ്ങനെയാണോ പറന്നത് അതിനേക്കാൾ കൂടുതൽ അപകടകരമായിട്ടുള്ള രീതിയിൽ പറക്കാൻ നിങ്ങളെ ഞങ്ങൾ പ്രാപ്തരാക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് കമാൻഡർ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്.
അങ്ങനെ അയാൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് മാവറിക് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഈ സമയം അവിടെ ഇരിക്കുന്ന ഒരുത്തൻ മാവറിക്കിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ മാവറിക് അങ്ങോട്ട് തിരിഞ്ഞപ്പം അവൻ മാവറിക്കിനെ നോക്കി ചിരിച്ചു. ഇവന്റെ പേര് ഐസ്മാൻ എന്നാണ്. ഇപ്പൊ ഇവരുടെ കൂട്ടത്തില് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഈ ഐസ്മാൻ ആണ്. ഇപ്പൊ ഐസ്മാന്റെ ആ ചിരി മാവറിക്കിനെ ഒരു ഫ്രണ്ട് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ മാവറിക്കിനെ കുറിച്ചിട്ട് ഇവൻ കേട്ടിട്ടുണ്ട്, അവന്റെ ഈ തരികിട പരിപാടികളൊക്കെ. അതുകൊണ്ട് പുച്ഛത്തോടെയുള്ള ഒരു ചിരിയാണ് ഇപ്പൊ ഐസ്മാൻ അവിടെ കാണിച്ചത്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ്. ഇപ്പൊ മാവറിക്കും ഗൂസും അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഐസ്മാനും അവന്റെ ഒരു ഫ്രണ്ടും അങ്ങോട്ട് വരുന്നത്. ഇപ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. എന്നാൽ ഐസ്മാന്റെ മുഖത്ത് ഇപ്പോഴാ പുച്ഛമുണ്ട്. അവനിപ്പോ മാവറിക്കിനോട് ചോദിക്കുന്നത്, നിങ്ങൾ കൂഗറിന്റെ വേക്കൻസിയിൽ വന്നാണല്ലേ, പിന്നെ നീ അറിഞ്ഞോ ഇവിടുത്തെ ഏറ്റവും മികച്ച പൈലറ്റ് ആരാണെന്ന്? ഐസ്മാന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഇവൻ ഓൾറെഡി ഐസ്മാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ പറയുന്നത് അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നാണ്. ഓക്കെ ആയിക്കോട്ടെ, പിന്നെ നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, നിനക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനാണല്ലേ താല്പര്യം? ഐസ്മാന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ മാവറിക്ക് ജസ്റ്റ് ഒന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഐസ്മാൻ അവിടുന്ന് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൂസ് ഇപ്പം മാവറിക്കിന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. നീ എവിടെ ചെന്നാലും പെണ്ണുങ്ങളെ വളയ്ക്കാറില്ലേ? ഈ ബാറിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണിനെ നിനക്ക് വളയ്ക്കാൻ പറ്റുമോ എന്നാണ് ഗൂസ് ചോദിക്കുന്നത്. മാവറിക് ആണെങ്കിൽ അതൊരു ചലഞ്ചായിട്ട് എടുക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യാണ്. ഒരു വെറൈറ്റി അപ്രോച്ചാണ് അവൻ നടത്തുന്നത്. അതായത് അവനൊരു മൈക്ക് മേടിച്ച് ഒരു പാട്ടും പാടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവനിപ്പോൾ പാടിയിരിക്കുന്ന പാട്ട് അവളുടെ ഒരു ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഇംപ്രസ് ആവുകയും ചെയ്തു. അങ്ങനെ ആ ലേഡിയും മാവറിക്കും ഇപ്പൊ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെടലും കഴിഞ്ഞു. കുറച്ചു നേരം അവർ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ മാവറിക്കിന്റെ ആ ദുരുദ്ദേശങ്ങളൊന്നും അവളുടെ അടുത്ത് നടന്നില്ല. അവൾ അവനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ടോപ്പ് ഗണ്ണിൽ അവരുടെ ഇന്നത്തെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഇൻസ്ട്രക്ടർ നിൽക്കുന്നുണ്ട്. അയാൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പുതിയൊരു ഇൻസ്ട്രക്ടറെ കണ്ടു വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ ലേഡി ആയിരുന്നു അത്. ഇവളുടെ പേര് ചാർലി എന്നാണ്. അപ്പൊ അവൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ മാവറിക്കിനാണെങ്കിൽ ശരിക്കും ചമ്മലായി. അപ്പൊ ഇതുകൊണ്ടാണ് അവൾ തന്നെ അടുപ്പിക്കാഞ്ഞത് എന്ന കാര്യം അവനിപ്പോൾ മനസ്സിലായി. അവൾ അവിടെ നിന്നിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവളിപ്പം അവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവളിപ്പോൾ പറയുന്നത് ആ മിഗ് എന്ന് പറയുന്ന വിമാനത്തിന്റെ പ്രത്യേകതയാണ്. അവളിങ്ങനെ അതിനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ മാവറിക്ക് പറയുന്നത്, നിങ്ങൾ പറയുന്ന അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ലേ മിഗ്. ഒരു തവണ മിഗ് ഓടിക്കുന്ന പൈലറ്റിനെ ഞാൻ മുഖാമുഖം കണ്ടിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അതേക്ക് നമുക്ക് ഡൗട്ടായി, അതെങ്ങനെ നീ മുഖാമുഖം കാണും? ഇനിയിപ്പോ നീ മിഗിന്റെ മുകളിലേക്ക് പോയാലും എങ്ങനെ മുഖാമുഖം നിനക്ക് കാണാൻ പറ്റും എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് മാവറിക്ക് പറയുന്നത്, ഞാൻ മിഗിന്റെ മുകളിലേക്ക് ചെന്നിട്ട് തന്നെയാണ് പൈലറ്റിന്റെ മുഖാമുഖം കണ്ടത്. പക്ഷെ ആ സമയത്ത് എന്റെ വിമാനം തല കീഴായിട്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അവന്റെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ചിരിച്ചു. അവൻ വെറുതെ ഇരുന്നിട്ട് തള്ളുകയാണെന്നുള്ള രീതിയിൽ. എന്നാൽ അവനത് പറഞ്ഞപ്പം ചാർലി എന്തോ ആലോചിക്കുകയാണ്. കാരണം ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് വിമാനം തലകീഴായിട്ട് തിരിച്ചത് ഇവനായിരുന്നു എന്ന കാര്യമൊക്കെ ഇപ്പം മനസ്സിലായി. അങ്ങനെ ഈ ക്ലാസ്സിന് ശേഷം അവൾ ഇപ്പൊ മാവറിക്കിന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവൾ ഒരു കാര്യം അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ നീയാണല്ലേ ആ മിഗിലെ പൈലറ്റിനെ കളിയാക്കിയവൻ? ഇതെന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞരാ? നിനക്കറിയാലോ ഞാൻ ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ടറാണ്. മിഗിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിനക്കതെനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് നാം പറയുന്നത്, കുറച്ചു മുമ്പ് നിങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് പോയി. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ ഉടനെ ഒന്നും പിന്മാറുന്ന മട്ട് കാണുന്നില്ല. അവളിപ്പോൾ അവനിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് അവൻ ആ ഇൻവേർട്ട് ചെയ്തല്ലോ, അതായത് വിമാനം തലകീഴായിട്ട് തിരിച്ചല്ലോ, ആ ടൈപ്പ് ഓഫ് മനൂവറിങ്ങിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസമായി അവരുടെ ട്രെയിനിങ് സെഷൻ ആരംഭിച്ചു. അതായത് ആ ഡോഗ് ഫൈറ്റിംഗ്. ഇപ്പൊ മാവറിക്കും ഗൂസുമാണ് ഒരു വിമാനത്തിലുള്ളത്. അവർ നേരിടേണ്ടത് അവരുടെ ഇൻസ്ട്രക്ടറായ ജസ്റ്ററിന്റെ വിമാനത്തിനെയാണ്. അതായത് ആരാണോ മിസൈൽ ഫസ്റ്റ് ലോക്ക് ചെയ്യുന്നത് അവരാണ് ജയിക്കുക. അങ്ങനെ കുറെ നേരമായിട്ട് അവരതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാവറിക്കിന്റെ പുറകിലാണ് ജസ്റ്റർ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അയാൾ ആ മിസൈൽ ലോക്ക് ചെയ്യാം. ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ മാവറിക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വിമാനം നേരെ കുത്തനെ ഉയർത്തുകയാണ്. അതിനുശേഷം നേരെ കറങ്ങി തിരിഞ്ഞിട്ട് അയാളുടെ പുറകിലേക്ക് വന്നു. അങ്ങനെ പിന്നെയും കുറേ നേരം ഈ പറപ്പിക്കൽ തന്നെയാണ്. അങ്ങനെ അവസാനം മാവറിക്ക് തന്നെ അതിൽ ജയിച്ചു. അവനിപ്പം ആ ജസ്റ്ററിനെ ലോക്ക് ചെയ്യാണ്. എന്നാൽ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് അവൻ അവന്റെ വിമാനത്തിന്റെ ആൾട്ടിറ്റ്യൂഡ് ഒരുപാട് താഴ്ത്തി. അതായത് ഉയരം ഒരുപാട് താഴ്ത്തി. ഇവർക്കൊരു റോളുണ്ട്, 10,000 അടി താഴെ കൂടെ വിമാനം പറത്താൻ പാടില്ലാന്ന്. അവനിപ്പോൾ 3000 അടി താഴേക്ക് വരെ പോയി. എന്നിട്ട് ഉയർന്നു വന്നിട്ടാണ് അവൻ ആ മിസൈൽ ലോക്ക് ചെയ്തത്. അങ്ങനെ അവനതിൽ ജയിച്ചു. എങ്കിലും ജസ്റ്റർ ഇപ്പോൾ അവനോട് പറയുന്നത്, നീ 10,000 അടി ഉയർത്തിയതിനു ശേഷം തിരിച്ച് ബേസിലേക്ക് വന്നാൽ മതി എന്നാണ്. അവനാണെങ്കിൽ അത് ഓക്കെ പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ വിമാനം ഉയർത്താണ്. അങ്ങനെ വിമാനം ഉയർത്തിയതിനു ശേഷം അവൻ ബേസിലേക്ക് എത്തി. ഇപ്പൊ അവൻ കൺട്രോൾ റൂമിൽ ആളെ വിളിച്ചിട്ട് വിമാനം ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. അയാളിപ്പം ഒരു കോഫി കുടിക്കാൻ വേണ്ടി പുറത്തു വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. സാധാരണ ഇങ്ങനെ അവനോട് ആരെങ്കിലും പറയുമ്പോഴാണ് അവൻ ആ എയർ ട്രാഫിക് ടവറിന്റെ അടുത്ത് കൂടെ വിമാനം ഓടിക്കുന്നത്. അതും നിയമത്തിനെതിരാണ്. ഇപ്പൊ ഇയാൾ അങ്ങനെ പറഞ്ഞപ്പം അയാളെ ഒന്ന് ഞെട്ടിക്കാന്നും കരുതിയിട്ട് അവൻ ആ വിമാനം ആ ടവറിന്റെ അടുത്ത് കൂടെ ഓടിക്കുകയാണ്. ഈ സമയം അയാളാണെങ്കിൽ കോഫി കുടിക്കാൻ ഒരുങ്ങായിരുന്നു. പെട്ടെന്ന് വിമാനത്തിനെ പാസ് ചെയ്തപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും ആ കോഫി തട്ടിപ്പോയി. അതുകൊണ്ട് അയാൾ അവനെ കുറെ തെറിയും പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ അവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തി. ഇപ്പം ഐസ്മാനും അവിടെ നിൽക്കുന്നുണ്ട്. അവന്റെ ടീമും ഇന്നത്തെ ട്രെയിനിങ്ങിൽ ജയിച്ചു.
അതിലിപ്പം മാവറിക്കും കൂടെ ജയിച്ചു എന്ന് പറയുമ്പോൾ ഐസ്മാൻ പറയുന്നത് നീ ജയിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ നീ ആൾട്ടിറ്റ്യൂഡ് താഴ്ത്തിയിട്ടല്ല പറഞ്ഞത്, അതുകൊണ്ട് നീ ജയിച്ചതായിട്ട് കൂട്ടത്തില്ല എന്നാണ് ഐസ്മാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മാവറിക്കിന് ശരിക്കും ദേഷ്യം വന്നു. അല്ല ഐസ്മാൻ, നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ വന്നപ്പോൾ മുതൽ നീ എന്നെ ചൊറിയാൻ നടക്കുകയാണല്ലോ, എന്താ നിന്റെ പ്രോബ്ലം? എന്റെ പ്രോബ്ലം നീയാണ്, എന്റെ മാത്രമല്ല ഇവിടുത്തെ എല്ലാവരുടെയും പ്രോബ്ലം നീയാണ്. കാരണം നീ സുരക്ഷിതമായിട്ടല്ല പ്ലെയിൻ ഓടിക്കുന്നത്, നീ വളരെ ഡേഞ്ചറസ് ആണ് എന്നാണ് ഐസ്മാൻ പറയുന്നത്. അതേക്കുന്ന മാവറിക്കിന് ശരിക്കും ഹരം കയറി. അതേ ഐസ്മാൻ, ഞാൻ ഡേഞ്ചറസ് ആണ്, അങ്ങനെ ആവുന്നത് തന്നെയാണ് എനിക്കിഷ്ടം എന്നാണ് മാവറിക്ക് പറയുന്നത്. ഈ സമയത്താണ് ആ ജസ്റ്റർ വന്നിട്ട് മാവറിക്കിനെയും ഗൂസിനെയും കമാൻഡറിന്റെ ചേംബറിലേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങനെ മാവറിക്കും ഗൂസും കമാൻഡറിന്റെ ചേംബറിലേക്ക് എത്തുമ്പോൾ കമാൻഡർ അവനെ വല്ലാണ്ട് വഴക്ക് പറയാൻ തുടങ്ങി. നീ എന്തിനാണ് ആൾട്ടിറ്റ്യൂഡ് താഴ്ത്തിയത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുന്ന മാവറിക് ആണെങ്കിൽ അവന്റെ ഭാഗം ക്ലിയർ ചെയ്യാണ്. ജസ്റ്ററിന്റെ മിസൈല് ലോക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് അത്രയും താഴ്ന്നു പറക്കണമായിരുന്നു, അത് അപകടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ അവസരം ഉപയോഗിച്ചതാണ് എന്നാണ് മാവറിക്ക് പറയുന്നത്. അതേക്കുന്ന കമാൻഡറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ആ അവസരം നീ ഉപയോഗിച്ചെന്നോ? അത് നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ടും? ഇത് മാത്രമല്ല, നീ എന്തിനാണ് ആ ടവറിന്റെ അടുത്ത് കൂടെ വിമാനം ഓടിച്ചത്? അത് നിയമലംഘനമല്ലേ? ഇപ്പൊ 2 നിയമമാണ് നീ ഇവിടെ തെറ്റിച്ചിരിക്കുന്നത്. നീ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ടോപ്പ് ഗണ്ണിലെ നിയമങ്ങളൊന്നും നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിന്റെ ടീമിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നിൽ നിന്നോ ആ നിയമങ്ങളിൽ നിന്നോ ഒരയവും നീ പ്രതീക്ഷിക്കരുത്. ഈ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി എന്നാണ് കമാൻഡർ പറയുന്നത്. മാവറിക് ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം മാവറിക്കും ഗൂസും ആ റൂമിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ജസ്റ്റർ ഇപ്പം കമാൻഡറിന്റെ അടുത്തൊരു കാര്യം പറയാണ്. ഞാൻ അവന്റെ റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിച്ചു, അതിൽ നിന്നും അവന്റെ സ്വഭാവം വളരെ വ്യക്തമാണ്, എടുത്തുചാട്ടക്കാരനാണ്, മാത്രമല്ല ശരിക്കും അപകടകാരി. അയാൾ അത് പറയുമ്പം ഇവന്റെ അച്ഛനെ നീ അറിയോ? ഞാൻ അയാളുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന്റെ അതേ സ്വഭാവം തന്നെയാണ് ഇവനും കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു യുദ്ധം എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ ഇവന്റെ കൂടെ പറക്കാൻ നീ തയ്യാറാവോ എന്നാണ് അയാളുടെ ചോദ്യം. അതേക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല എന്നാണ് ജസ്റ്റർ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മാവറിക്കൊപ്പം അവന്റെ റൂമിലിരിക്കുകയാണ്. ഇന്ന് ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവനും തോന്നുന്നുണ്ട്. ഈ സമയത്താണ് ഗൂസ് അങ്ങോട്ട് വരുന്നത്. ഗൂസ് ഇപ്പൊ അവനോട് പറയുന്നത്, നോക്കൂ മാവറിക്, എനിക്ക് വലിയ പൈലറ്റ് ആവണം എന്നൊരു മോഹമൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, ഇതെനിക്ക് അത്യാവശ്യമാണ്, കാരണം എനിക്കൊരു ഭാര്യയും മകനും ഉണ്ട്. പിന്നെ നിന്റെ പ്രശ്നം അതെന്താണെന്ന് എനിക്കറിയാം, നിന്റെ അച്ഛന്റെ പ്രശസ്തി കൊണ്ടൊന്നും അവർ നിനക്കൊന്നും തരാൻ പോകുന്നില്ല, എല്ലാം നീ തന്നെ നേടിയെടുക്കണം. പക്ഷെ ഓരോ തവണയും നീ പറന്നു വരുമ്പോഴും നീ ആരെയോ നേരിടാൻ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതെന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഗൂസ് പറയുന്നത്. ഓക്കെ ഗൂസ്, എനിക്ക് മനസ്സിലായി, നിനക്കറിയാലോ എനിക്ക് ഫാമിലി എന്ന് പറയാൻ ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിന്നെ നിരാശപ്പെടുത്തത്തില്ല എന്നാണ് മാവറിക്ക് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി മാവറിക്ക് ഇപ്പം അവന്റെ അക്കാഡമിയിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ചാർലി അവന്റെ അടുത്തേക്ക് വരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവൾക്ക് ചെറിയൊരു താല്പര്യം അവന്റെ അടുത്ത് തോന്നുന്നുണ്ട്. അവളിപ്പം അവന്റെ ഡിന്നറിന് ക്ഷണിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതി അവന് കൊടുത്തു. എന്നിട്ട് അവൾ അവിടുന്ന് പോയി. ഈ സമയം അവൻ നോക്കുമ്പോൾ അവളുടെ വീടിന്റെ അഡ്രസ്സാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവള് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയമാകുമ്പോൾ അവൻ അവളുടെ വീട്ടിലെത്തി. അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവളും വീട്ടിലിരിക്കുന്നുണ്ട്. എന്നാൽ അവനോട് ഡേറ്റ് ചെയ്യാനൊന്നുമല്ല അവൾ വരാൻ പറഞ്ഞത്, ആ മിഗിനെ കുറിച്ച് അവനിൽ നിന്ന് കൂടുതൽ അറിയണം. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ അടുത്തു. ഈ സമയം അവന്റെ അച്ഛനെ കുറിച്ചാണ് അവളിപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതേക്ക് അവൻ പറയുന്നത്, അച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു നിഗൂഢതയാണ്. 1965 നവംബർ 5 ഒരു F4-ലാണ് പുള്ളിയെ കാണാതായത്. അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് പുള്ളിയെ കാണാതായതെന്നാണ്. പക്ഷെ എനിക്കത് വിശ്വാസമില്ല. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് മികച്ചൊരു പൈലറ്റ് ആയിരുന്നു. പക്ഷെ അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇതുവരെയായിട്ട് എനിക്ക് അറിയത്തില്ല. അത് ആർക്കറിയാം എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. എല്ലാം ക്ലാസിഫൈഡ് ആണ്. ഇതാണ് അവൻ അവന്റെ അച്ഛനെ കുറിച്ച് അവളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ പിറ്റേ ദിവസമായി മാവറിക്കും ഗൂസും കൂടെ ഇപ്പൊ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ദിവസം ഗൂസിന്റെ ഭാര്യയും മകനും വരുന്നുണ്ട്. അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പങ്കെടു ചെന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഭാര്യയും മകനും അങ്ങോട്ടെത്തി. മാവറിക്ക് ഗൂസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കും മാവറിക്കിന് വലിയ കാര്യമാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇനി കാണിക്കുന്നത് അവരുടെ അടുത്ത ട്രെയിനിങ് സെക്ഷനാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതിന്റെ റിവ്യൂ മീറ്റിംഗ് ആണ് പിന്നീട് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവർ എന്തൊക്കെയാണ് ആ ട്രെയിനിങ്ങിൽ ചെയ്തത് എന്നതിന്റെ ഒരു റിവ്യൂ ഇപ്പോൾ അവിടുത്തെ ക്ലാസ് റൂമിൽ പറയാണ്. ചാർലിയാണ് പറയുന്നത്. ഈ ഒരു ട്രെയിനിങ്ങിലും മാവറിക്ക് തന്നെയാണ് ജയിച്ചത്. അവൻ ശത്രുക്കളെയൊക്കെ കൊന്നു. പക്ഷെ അവള് പറയുന്നത് മാവറിക്ക് എടുത്ത ആ ഒരു മൂവ് അത് തെറ്റായിരുന്നു. ഒരുപക്ഷെ അവൻ ജയിച്ചിരിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത് എന്നാണ് അവൻ അവിടെ കാണിച്ചത് എന്നാണ് അവളിപ്പോൾ പറയുന്നത്. അവൾ അത് പറഞ്ഞപ്പം അവന് വല്ലാത്തൊരു സങ്കടം തോന്നി. ഈ സമയത്താണ് മാവറിക്കിന്റെ പുറകിലിരിക്കുന്ന ഒരുത്തൻ അവന്റെ ചെവിയിൽ ഒരു കാര്യം പറയുന്നത്. അവൾ അങ്ങനെ പലതും പറയും. നീ എടുത്ത ആ മൂവ് ഉണ്ടല്ലോ, അത് കിടിലനായിരുന്നു, നിന്റെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അത് കിടിലൻ മൂവ് ആയിരുന്നു എന്ന കാര്യം അവനും അറിയാം. പക്ഷെ ഇവളിങ്ങനെ പറഞ്ഞപ്പം അവന് വല്ലാത്തൊരു സങ്കടമായി. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാവറിക്ക് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയം അവന്റെ പുറകിലായിട്ട് ചാർലിയും വരുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ വേഗം അവന്റെ ബൈക്കിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. എന്നാൽ ചാർലിയും വിടുന്നില്ല. അവൾ അവളുടെ കാർ എടുത്തിട്ട് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവൾ അവനെ പിടിച്ചു. അത് കാണുന്ന മാവറിക് ആണെങ്കിൽ അവളുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്താ അവിടെ പറഞ്ഞത്? ഞാൻ റോങ് ആണെന്നല്ലേ, ഞാൻ ഡേഞ്ചറസ് ആണെന്നല്ലേ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഏത് ഫൈറ്റിന് പോയാലും ആദ്യം തിരിച്ചു വരുന്നത് ഞാനും എന്റെ ഫ്ലൈറ്റുമായിരിക്കും. അവൻ അങ്ങനെ റേസ് ആവുന്ന കാണുമ്പോൾ അവളും വിട്ടുകൊടുക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ എവിടെയാണെങ്കിലും പറയും എന്ന കാര്യം നിനക്കറിയാലോ. ഫ്ലൈറ്റ് പെർഫോമൻസിന്റെ കാര്യത്തിലുള്ള എന്റെ റിവ്യൂ ആണ് കറക്റ്റ്. അതാണ് ഞാൻ അവിടെ തുറന്നു പറഞ്ഞത്.
പക്ഷെ ഞാൻ അവിടെ പറയാത്തൊരു കാര്യമുണ്ട്. നിന്നിൽ ഞാനൊരു ജീനിയസിനെ കണ്ടുവന്ന്. പക്ഷെ എനിക്ക് ഒരിക്കലും അതവിടെ പറയാൻ പറ്റത്തില്ല. കാരണം ആ ക്ലാസ്സിലുള്ളവരെല്ലാം എന്നിലൂടെയാണ് ഓരോ മൂവ്മെന്റ്സും പഠിക്കുന്നത്. മാത്രമല്ല നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് അവരെ അറിയിക്കണമെന്നുമില്ല. വളരെ നൈസായിട്ട് അവൾ അവളുടെ ഇഷ്ടം അവൻ്റെ അടുത്ത് പറയാണ്. ഓൾറെഡി ഇവനും അവളെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ തന്നെ അവൻ അവളെ കയറി കിസ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ അടുത്ത ട്രെയിനിങ് ആയി. അതിനുവേണ്ടി എല്ലാവരും അവരുടെ ഫ്ലൈറ്റിൽ കയറി. ഒന്നിലധികം വിമാനങ്ങളുണ്ട്. ഇപ്പൊ മാവറിക്കിന് ഒരു പ്രശ്നമുള്ളത് ഐസ്മാൻ ആണ് അവനെക്കാളും മുന്നിൽ നിൽക്കുന്നത്. മാവറിക്ക് ഇപ്പൊ ഐസ്മാനെക്കാളും 2 പോയിന്റ് താഴെയാണ്. അങ്ങനെ അവരുടെ ഡോഗ് ഫൈറ്റ് ആരംഭിച്ചു. മാവറിക്കിന്റെ കൂടെ ഗൂസ് ആണ് പുറകിലിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സെഷനിൽ മാവറിക്കിന് ഒരു വിങ്മാൻ ഉണ്ട്. അതായത് അവർക്ക് കമ്പാനിയനായിട്ട് മറ്റൊരു വിമാനം കൂടെ ഉണ്ട്. ആ വിമാനം ഓടിക്കുന്നത് ഹോളിവുഡ് എന്ന് പറഞ്ഞൊരുത്തനാണ്. ഇവർക്ക് നേരിടാനുള്ളത് ജസ്റ്ററിനെയും വൈപ്പറിനെയുമാണ്. അങ്ങനെ ഈ ഒരു ഡോഗ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വൈപ്പറിനെ കാണുന്നില്ല. ഇവരുടെ 2 വിമാനങ്ങളും ഇപ്പൊ ജസ്റ്ററിന്റെ പുറകെയാണ് പോകുന്നത്. വൈപ്പർ എവിടെ പോയി എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ അപ്പുറത്തായിട്ട് മാവറിക്ക് വൈപ്പറിന്റെ വിമാനം കാണുന്നത്. അത് അവൻ ഗൂസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്ക് അങ്ങോട്ട് പോയാലെന്ന് ചോദിച്ചിട്ട് അതേക്കുന്ന ഗൂസ് പറയുന്നത് ഇപ്പൊ ഹോളിവുഡിന് ഒരു കവർ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പോയാൽ ശരിയാവത്തില്ല എന്നാണ് ഗൂസ് പറയുന്നത്. ഇത് തന്നെ ഹോളിവുഡും പറഞ്ഞു, ഇപ്പൊ നീ എൻ്റെ അടുത്ത് പോവല്ലേ എന്ന്. എന്നാൽ മാവറിക്ക് അതൊന്നും കേൾക്കുന്നില്ല. ജസ്റ്ററിനെ നിനക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്യ്, ഞാൻ വൈപ്പറിനെ പിടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ വൈപ്പറിന്റെ പുറകെ പോവാണ്. ഇവിടെ അവൻ തെറ്റിക്കുന്നത് വലിയൊരു റൂളാണ്. അതായത് ഒരിക്കലും നമ്മുടെ വിങ്മാനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല. ആ ഒരു റൂളാണ് മാവറിക്ക് ഇപ്പൊ തെറ്റിച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ നേരമായിട്ട് അവനിപ്പോൾ വൈപ്പറിന്റെ പുറകെ പറക്കുകയാണ്. അതിനിടയിൽ അവൻ മിസൈൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വൈപ്പർ ആണെങ്കിൽ അതിന് നിന്നു കൊടുക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും മാവറിക്കിന് വൈപ്പറിനെ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാതെ ജസ്റ്റർ അവരുടെ പുറകെ വരുന്നത്. അയാളിപ്പം മാവറിക്കിന്റെ ആ ജെറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതോടുകൂടെ മാവറിക്ക് ഇതിൽ ഫെയിലായി. അതിനെ തുടർന്ന് ഈ സെഷൻ അവസാനിപ്പിച്ചിട്ട് അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോൾ കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് വൈപ്പർ മാവറിക്കിന്റെ അടുത്തേക്ക് വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ നിന്റെ ഫ്ലൈയിങ് ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച ഒന്നായിരുന്നു അത്. പക്ഷെ നീ അവസാനം കാണിച്ചത് തീരെ ശരിയായില്ല. ഒരിക്കലും നീ നിന്റെ വിങ്മാൻ ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റർ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഐസ്മാൻ അങ്ങോട്ട് വരുന്നത്. ഐസ്മാനും അവനൊരു ഉപദേശം കൊടുക്കുകയാണ്. നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിനക്കറിയോ? അത് നിന്റെ ഫ്ലൈയിങ് അല്ല, നിന്റെ ആറ്റിറ്റ്യൂഡാണ്. ശത്രു ഡേഞ്ചറസ് ആണ്, പക്ഷെ അതിലും വലിയ ഡേഞ്ചറസ് ആണ് നീ. മാത്രമല്ല നീ ഒരു ഫൂളാണ്. നിനക്കൊപ്പം ഫ്ലൈ ചെയ്യുന്നവരെ നിനക്ക് ഇഷ്ടമായിരിക്കത്തില്ല, തിരിച്ചും ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് നീ ഏത് ടീമിലാണെന്നുള്ള ബോധമെങ്കിലും നിനക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഐസ്മാൻ അവിടുന്ന് പോയി. ഇതൊക്കെ കേട്ട് അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ഈ സമയം ഗൂസ് അവന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഐസ്മാൻ ഈ ഒരു സെഷനിൽ തോറ്റു, അവന്റെ പോയിന്റ് ഒന്നും കൂടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇനിയും അവസരമുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലായി എന്നാണ് മാവറിക്ക് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഗൂസും മാവറിക്കും ഇപ്പൊ ഒരു ബാറിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ കൂടെ ചാർലിയും ഉണ്ട്, പിന്നെ ഗൂസിന്റെ ഭാര്യയായ കാരളും ഉണ്ട്. കൂടാതെ ഇവരുടെ മകനായ ബ്രാഡ്ലി അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കാരളും ചാർലിയും മാവറിക്കും കൂടെ അവിടെ ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അതിനിടയിൽ ഗൂസ് ആണെങ്കിൽ അവന്റെ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ട്. അത് കാണുമ്പോൾ മാവറിക്ക് അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ബ്രാഡ്ലിക്ക് വേണ്ടി ആ പാട്ട് പാടി കൊടുക്കുകയാണ്. ഇത് ഇവരുടെ ഒരു സ്ഥിരം പാട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസമായി അവരുടെ അടുത്ത ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മുടിഞ്ഞ പോരാട്ടമായിരിക്കും. കാരണം ഇതിലാരാണോ ജയിക്കുന്നത് അവർക്കാണ് ട്രോഫി. ഇപ്പൊ 3 വിമാനങ്ങൾ മറ്റു 3 വിമാനങ്ങളെയാണ് നേരിടേണ്ടത്. ഈ ഒരു ട്രെയിനിങ് സെഷനിൽ മാവറിക്കിന്റെയും ഗൂസിന്റെയും വിങ്മാൻ ആയിട്ട് വരുന്നത് ഐസ്മാൻ ആണ്. അങ്ങനെ അവർ പരിപാടി തുടങ്ങി. ഐസ്മാൻ ആണ് ഇപ്പൊ മുമ്പിൽ പോകുന്നത്. അവനിപ്പം കറക്റ്റായിട്ട് മുന്നിൽ നിൽക്കുന്ന ആ വിമാനങ്ങളെ വെടിവെച്ചിടാം. മാവറിക്ക് ഇപ്പം അത് തന്നെയാണ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഐസ്മാന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നീ കുറച്ച് സമയം കൂടെ എനിക്ക് താ, ഞാൻ ഷൂട്ട് ചെയ്തോളാം എന്നാണ് ഐസ്മാൻ പറയുന്നത്. പക്ഷെ പല തവണയായിട്ട് ഇങ്ങനെ ചാൻസ് അവന് മുന്നിലേക്ക് വരുന്നുണ്ട്. എന്നിട്ടും ഐസ്മാനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാണുമ്പോൾ നീ മാറിക്ക് ഐസ്മാൻ, ഞാൻ മുന്നിലേക്ക് കയറി വരികയാണ് എന്നാണ് മാവറിക്ക് പറയുന്നത്. അങ്ങനെ മാവറിക്ക് വല്ലാണ്ട് പ്രഷർ ചെയ്യുമ്പോൾ ഐസ്മാൻ അവിടുന്ന് മാറിപ്പോയി. അതിനെ തുടർന്ന് അവന്റെ ജെറ്റിൽ നിന്നും ഒരു ടർബുലൻസ് വരികയാണ്. ഇപ്പൊ മാവറിക്കിന്റെ ജെറ്റ് ആണെങ്കിൽ ആ ടർബുലൻസിൽ പെടുകയും ചെയ്തു. ഈ ടർബുലൻസിനെ ജെറ്റ് വാഷ് എന്നാണ് പറയുന്നത്. അങ്ങനെ അതിൽപ്പെട്ടതോടുകൂടെ മാവറിക്കിന്റെ ജെറ്റിന് പണി കിട്ടി. അതിന്റെ 2 എഞ്ചിനും കേടായി. അതിനെ തുടർന്ന് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് താഴെ കടലിലേക്ക് വീഴാണ്. ഇനിയിപ്പം ഇജക്ട് ചെയ്യാന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവുമില്ല. എന്നാൽ മുന്നിലിരിക്കുന്ന മാവറിക്കിനാണെങ്കിൽ അത് ഇജക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഗൂസിനെ കൊണ്ട് മാത്രമേ അത് പറ്റത്തുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് ഗൂസ് അത് ഇജക്ട് ചെയ്തു. അതിനെ തുടർന്ന് വിമാനത്തിന്റെ ആ മോൾ ഭാഗം മൊത്തം തെറിച്ചു പോവാണ്. അങ്ങനെ അവരുടെ സീറ്റും കൂടെ മുകളിലേക്ക് തെറിച്ചപ്പോൾ ഗൂസിന്റെ തല ആ മുകളിലത്തെ ഭാഗത്തിലിടിച്ചു. എന്നാൽ മാവറിക്കിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പാരച്യൂട്ടിൽ താഴെ വെള്ളത്തിലേക്ക് ലാൻഡായി. എന്നാൽ മാവറിക്ക് ഗൂസിന്റെ അടുത്തേക്ക് എന്ന് നോക്കുമ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കണ്ട് അവനാണെങ്കിൽ വളരെ സങ്കടത്തിലിരിക്കുകയാണ്. അങ്ങനെ ഈ സമയമാകുമ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞ് ഒരു റെസ്ക്യൂ ഹെലികോപ്റ്റർ എത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്റർ അവരെ എടുത്തുകൊണ്ട് അവരുടെ ബേസിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ചെത്തിയതിനു ശേഷം ഗൂസ് മരിച്ചതുകൊണ്ട് മാവറിക്ക് ആണെങ്കിൽ വല്ലാതെ ഡൗൺ ആണ്. അവരിപ്പോൾ ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ് അവന്റെ കമാൻഡറായ മൈക്ക് അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. എടാ, എനിക്ക് കാര്യം മനസ്സിലായി, ഗൂസ് മരിച്ചു, പക്ഷെ അത് പോട്ടെ, നമ്മുടെ ഈ ഫീൽഡിൽ അത് പതിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ചാർലി അവന്റെ അടുത്തേക്ക് എത്തി. ചാർലിയും അവനെ കുറെ സമാധാനിപ്പിക്കുന്നുണ്ട്.
പക്ഷെ ഗൂസിന്റെ കാര്യമായതുകൊണ്ട് അവനെ സമാധാനിപ്പിക്കാൻ ആർക്കും അത്ര എളുപ്പമല്ല. അങ്ങനെ അടുത്തതായിട്ട് അവൻ പോകുന്നത് ഗൂസിന്റെ ഭാര്യനെ കാണാൻ വേണ്ടിയിട്ടാണ്, കാരോളിനെ. അവളും അവളുടെ മകനും അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവനങ്ങോട്ട് വരുമ്പോൾ കാരോള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്നും പറക്കാൻ ആഗ്രഹിച്ചത് നിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഈ ജോലി നിർത്തരുത്, അതൊരിക്കലും ഗൂസിന് സന്തോഷമായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. മാവറിക് ആണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ, എങ്ങനെ അവളെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് മാവറിക്കിന്റെ എൻക്വയറിയാണ്. അതിലെ ബോർഡിലെ ആൾക്കാർക്ക് ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യം മനസ്സിലായി. അതായത് ജെറ്റ് വാഷ് കാരണം എഞ്ചിൻ കേടായി, അതുകൊണ്ടാണ് ആ അപകടം നടന്നത്. അതൊരു പൈലറ്റിന്റെ മിസ്റ്റേക്ക് അല്ല. ഇതൊക്കെ കൊണ്ട് തന്നെ അവർ മാവറിക്കിനെ കേസിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അവർ പിന്നെയും മാവറിക്കിനെ ട്രെയിനിങ്ങിന് ഇറക്കി. എന്നാൽ ഗൂസിന്റെ കാര്യം ആലോചിക്കുന്നതുകൊണ്ട് മാവറിക്കിനിപ്പം മര്യാദയ്ക്ക് വിമാനം പറത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ താഴേക്ക് ലാൻഡ് ചെയ്യാണ്. അങ്ങനെ ആ വിമാനം ലാൻഡ് ചെയ്ത് അവരവിടെ നിന്ന് നടക്കുന്ന സമയത്ത് അവന്റെ പുറകിലായിട്ട് അവന്റെ കോ പൈലറ്റ് വരുന്നുണ്ട്. അവനിപ്പോൾ മാവറിക്കിന്റെ അടുത്ത് വല്ലാണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്ത് പണിയാണ് കാണിച്ചത്? നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ജയിക്കാമായിരുന്നല്ലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന മാവറിക്കിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ ഉടനെ തന്നെ അയാളുടെ കുത്തിനെ ഏറിപ്പിടിച്ചു. എന്നിട്ട് അവൻ പറയുന്നത്, ഞാൻ റെഡിയായെന്ന് തോന്നിയാലേ എനിക്ക് ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് മേലെ എന്നെ ഭരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് മാവറിക്ക് മുന്നോട്ട് നടക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് കമാൻഡർ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും ആ ട്രോമയിലാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. എങ്കിലും അവനുള്ള പ്രതീക്ഷ അയാൾ വിട്ടിട്ടില്ല. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കണം, അതാണ് അയാളുടെ മനസ്സിൽ. അങ്ങനെ മാവറിക്ക് നേരെ പോകുന്നത് അവന്റെ ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. ഇനി അവിടെ തുടരാൻ അവന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അവൻ അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ഈ സമയത്താണ് ഐസ്മാൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ സാധാരണ വരുന്ന പോലെയല്ല ഇപ്പം അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം അവൻ മാവറിക്കിനെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. അവനിപ്പോൾ മാവറിക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് ഗൂസിന്റെ മരണത്തിൽ അവൻ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവനോട് സംസാരിച്ചതിന് ശേഷം ഐസ്മാൻ അവിടുന്ന് പോയി. അതിനെ തുടർന്ന് മാവറിക്കും അവന്റെ സാധനങ്ങൾ എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ചാർലി അവനെ കാണാൻ വന്നു. അവൾ വന്ന ഉടനെ ആദ്യം പറയുന്നത് അവൾക്കിപ്പോൾ പുതിയൊരു ജോലി കിട്ടി വാഷിംഗ്ടണിൽ, അവൾ അങ്ങോട്ട് പോവാണ്. രണ്ടാമതായിട്ട് അവൾ പറയുന്നത് മാവറിക്കിന്റെ കാര്യമാണ്. നീ ഒരിക്കലും ഈ ജോലി വിട്ട് പോവരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ തോറ്റു പിന്മാറാൻ നീ തീരുമാനിച്ചല്ലേ, എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ കാണിക്കേ, എനിക്ക് എന്തായാലും പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അവളുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവൻ അടുത്തതായിട്ട് പോകുന്നത് അവന്റെ കമാൻഡറിന്റെ വീട്ടിലേക്കാണ്, മൈക്കിന്റെ. അവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ ഈ മൈക്കും അവന്റെ അച്ഛനും നിൽക്കുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു. അവൻ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കമാൻഡറായ മൈക്ക് അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോൾ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്റെ അച്ഛൻ്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും അവനെപ്പോലെ തന്നെയാണ് നീയും, പക്ഷെ അവനേക്കാളും കുറച്ച് മികച്ചതാണ് നീ, കുറച്ച് മോശവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവനൊരു സംഭവം തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അച്ഛന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അയാളിപ്പോൾ അവൻ്റെ അടുത്ത് പറയാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ നിന്റെ അച്ഛന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അത് ക്ലാസിഫൈഡ് ആയതുകൊണ്ടാണ് ഇതുവരെ നീ അത് അറിയാതിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും പുറത്ത് പറയുകയും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കരിയർ തന്നെ അതില്ലാതാക്കും. നിനക്കറിയോ, അന്ന് നടന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു ഡോഗ് ഫൈറ്റ് ആയിരുന്നു. കടന്നൽ കൂടെ ഇളകിയതുപോലെയായിരുന്നു അന്ന് വിമാനങ്ങൾ വന്നത്. ആ സമയത്ത് നിന്റെ അച്ഛൻ്റെ F4 പണി കിട്ടി. അതിനിട്ടൊരു ഇടി കൊണ്ടു. അവന് മുറിവേൽക്കുകയും ചെയ്തു. എന്നാലും അവന് തിരിച്ചു പറക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൻ അവിടെ തന്നെ തുടർന്നു. എന്നിട്ട് നമ്മുടെ 3 ഫ്ലൈറ്റുകളെയാണ് അവൻ രക്ഷിച്ചത്. അതിനെ തുടർന്ന് അവന്റെ വിമാനം തകർന്നു വീഴായിരുന്നു. ഇനി എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഡിഗ്രി വാങ്ങാനുള്ള പോയിന്റുകളൊക്കെ ഇപ്പൊ നിനക്കുണ്ട്. ഒന്നെങ്കിൽ അത് നിനക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇവിടെ നിർത്തിപ്പോവാം. പക്ഷെ ഒരിക്കലും നിർത്തിപ്പോണം എന്ന് ഞാൻ നിന്നോട് പറയത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവരവിടുന്ന് പിരിഞ്ഞു. അതിനെ തുടർന്ന് മാവറിക്ക് നേരെ പോകുന്നത് ചാർലിയുടെ വീട്ടിലേക്കാണ്. എന്നാൽ അവൻ അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇനി കാണിക്കുന്നത് അവരുടെ കോൺവെക്കേഷനാണ്, അതായത് ആ ഡിഗ്രി കൊടുക്കുന്ന ചടങ്ങ്. ഏറ്റവും മികച്ച പൈലറ്റായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഐസ്മാനെയാണ്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മാവറിക്കും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനിപ്പം ഐസ്മാനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കമാൻഡറായ മൈക്ക് അങ്ങോട്ട് വരുന്നത്. അയാളിപ്പം ഒരു കാര്യം അവരുടെ അടുത്ത് പറയാണ്. നമുക്കിപ്പം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു യുദ്ധം. അതിൽ പങ്കെടുക്കാൻ വേണ്ടി 3 ടീമിന് ആവശ്യമുണ്ട്. ഞങ്ങൾ പേര് വിളിക്കുന്നവര് അതിന് റെഡി ആയിട്ട് നിന്നോ എന്ന് പറഞ്ഞിട്ട് ഒരാളിപ്പോൾ പേര് വിളിക്കുകയാണ്. അതിൽ ആദ്യത്തെ ടീമിൽ ഐസ്മാനും സ്ലൈഡറും ആണ്. രണ്ടാമത്തെ ടീമിൽ ഹോളിവുഡും വോൾഫ്മാനുമാണ്. പിന്നെ അയാൾ വിളിക്കുന്നത് മാവറിക്കിനെയാണ്. മാവറിക്ക് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കമാൻഡറായ മൈക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കൊരു കോ പൈലറ്റ് ആയിട്ട് മെർലിൻ ഷിപ്പിൽ കാത്തിരിക്കുന്നുണ്ട്. ഇനി അവൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് വിളിക്കുക, നിന്റെ കൂടെ പറക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞപ്പം അവന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അയാൾ എത്രമാത്രം തന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ 24 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. അവിടുത്തെ ആ ഷിപ്പിലായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ മിഷൻ എന്നാണ് ഒരാളിപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഷിപ്പ് SS ലെയ്റ്റൺ അത് പ്രവർത്തനരഹിതമായി. അത് അതിർത്തി കടന്നു പോയി എന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഉടനെ ആരംഭിക്കാൻ പോവാണ്. അവർക്ക് വേണ്ട എയർ സപ്പോർട്ട് കൊടുക്കുക, അതാണ് നിങ്ങളുടെ ദൗത്യം. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പരിസരത്ത് ഒരു മിഗ് ഉണ്ട്. അതിനെ നമ്മൾ പേടിക്കണം. എന്തെങ്കിലും ശത്രുതാപരമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചും ഫയർ ചെയ്യാം. പിന്നെ ആ മിഗില് ആന്റി ഷിപ്പ് മിസൈൽ ഉണ്ട് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. 100 മൈൽ അകലെ നിന്ന് വരെ അത് അവർക്ക് ഉപയോഗിക്കാനാവും.
അതുകൊണ്ട് അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇത്രയും കാലം നിങ്ങൾ പരിശീലിച്ചത് ഇതുപോലൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. അമേരിക്കയിലെ ഏറ്റവും മികച്ച പൈലറ്റുകളാണ് നിങ്ങൾ. അതുകൊണ്ട് പൊളിച്ചടക്കി കേറിയോ മക്കളെ. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നിങ്ങൾ എന്നും ഈ നാടിന് അഭിമാനമായിരിക്കണം. ഇത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഇപ്പൊ ടീമിനെ വിളിക്കുകയാണ്. ഇപ്പൊ 2 ടീമാണ് ആ യുദ്ധത്തിന് പോകുന്നത്. ആ കൂട്ടത്തിൽ മാവറിക് ഇല്ല. മാവറിക്കും മെർലിനും ഒരു ബാക്കപ്പ് ആയിട്ട് ആ ഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരങ്ങോട്ട് പോയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് അയാളിപ്പോൾ പറയുന്നത്. അതിനെ തുടർന്ന് അവർ ആ മീറ്റിംഗ് പിരിച്ചുവിടാണ്. അങ്ങനെ ആ മീറ്റിംഗ് പിരിച്ചുവിട്ടതിന് ശേഷം എല്ലാവരും അവിടുന്ന് പോകുമ്പോൾ ഐസ്മാൻ അവന്റെ ആ സാറിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ പറയുന്നത്, സാർ ഇതൊരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. മാവറിക്കിന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ്. അതുകൊണ്ട് അവനെ ഈ മിഷനിൽ ഉൾപ്പെടുത്തണോ എന്നാണ് അവന്റെ ചോദ്യം. അത് കേൾക്കുമ്പോൾ നീ നിന്റെ പണി നോക്കിയാൽ മതി എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. ഐസ്മാന്റെ ആ ഒരു ചോദ്യം മാവറിക്കും കേട്ടിട്ടുണ്ട്. എന്നാൽ അവനിപ്പം അതിന് റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആ ഡോഗ് ഫൈറ്റ് ആരംഭിച്ചു. എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ഒരു മിഗ് ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ആദ്യം തന്നെ 2 മിഗ് അങ്ങോട്ട് വന്നു. അതിനെ തുടർന്ന് പിന്നെയും 3 കൂടെ അങ്ങോട്ട് വന്നു. ഇപ്പൊ ഐസ്മാനും ടീമിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനിടയിൽ ഒരു മിഗ് ഫയർ ചെയ്തു. അതിൽപ്പെട്ട് ആ ഹോളിവുഡിന്റെ ജെറ്റിന്റെ ഒരു ചിറക് തകർന്നുപോയി. അതോടുകൂടെ അവന്റെ വിമാനം വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവത്തെ തുടർന്ന് മാവറിക്കിന് നിർദ്ദേശം കിട്ടി എത്രയും പെട്ടെന്ന് പുറപ്പെടാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന്റെ ജെറ്റുമായിട്ട് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ഐസ്മാൻ ആണെങ്കിൽ ഇപ്പോഴവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 5 മിഗ് ആയിരുന്നു, ഇപ്പൊ അത് 6 ആയിട്ടുണ്ട്. ഈ സമയത്താണ് മാവറിക്ക് അങ്ങോട്ട് വരുന്നത്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പൊ 6 മിഗുകൾ ഐസ്മാന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയം മാവറിക്ക് അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അവൻ തിരിച്ചവിടുന്ന് പറന്നു പോവാണ്. അവന്റെ ആ ഒരു മൂവ്മെന്റ് ആർക്കും മനസ്സിലായില്ല. അവൻ പിൻവാങ്ങിയതാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ശരിക്കും നിരാശയായി. മാത്രമല്ല അവന്റെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യവും. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. തിരിച്ചു പോയ സമയത്ത് അവനിപ്പോ ഗൂസിന്റെ ആ ടാഗ് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതോടുകൂടെ അവന് വല്ലാത്തൊരു ധൈര്യം കിട്ടുകയാണ്. അതിനെ തുടർന്ന് അവൻ പിന്നെയും ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. അങ്ങനെ ചെന്ന ഉടനെ തന്നെ അവൻ ഒരു മിഗിനെ ലോക്ക് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫയർ ചെയ്യാണ്. അതിനെ തുടർന്ന് ആ മിഗ് ഇപ്പൊ താഴേക്ക് വീണു. ഈ സമയത്താണ് ഒരു മിഗ് ഇപ്പൊ മാവറിക്കിന് പുറകെ വരുന്നത്. അത് കാണുമ്പോൾ മെർലിൻ ടെൻഷനായി. ഇനി ഇവിടെ നിന്ന പണിയാണ്, നമുക്ക് തിരിച്ചു പോവാം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അത് പറ്റത്തില്ല മെർലിൻ, ഐസ്മാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ വിങ്മാനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് അവൻ പറയുന്നത്. അതിനിടയിലാണ് ഐസ്മാൻ ഒരു മിഗിനെ ലോക്ക് ചെയ്യുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ മിസൈൽ ലോഞ്ച് ചെയ്തു. അതോടുകൂടെ ആ മിഗിന്റെ പണിയും തീർന്നു. ഈ സമയത്താണ് മറ്റൊരു മിഗ് വന്നിട്ട് ഐസ്മാന്റെ വിമാനത്തിന് നേരെ ഫയർ ചെയ്യുന്നത്. അത് അവന്റെ ഒരു എഞ്ചിൻ തകർത്ത് കളഞ്ഞു. എങ്കിലും അവന്റെ വിമാനം താഴേക്ക് പോയിട്ടില്ല. ഈ സമയം പിന്നെയും മിഗുകൾ ഐസ്മാന്റെ വിമാനത്തിന്റെ പുറകെ വരികയാണ്. മാത്രമല്ല അവർ പിന്നെയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം മാവറിക്ക് പറയുന്നത്, എന്താ നീ വിമാനം വെട്ടിച്ചു മാറ്റാനാണ്. അതിനെ തുടർന്ന് ഐസ്മാൻ ഇപ്പം അവന്റെ വിമാനം വെട്ടിച്ചു മാറ്റി. ഈ ഒരു ഗ്യാപ്പിൽ മാവറിക്ക് ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ആ മിഗിനെ ലോക്ക് ചെയ്യാണ്. പക്ഷെ അത് ലോക്കായില്ല. അവനാണെങ്കിൽ അത് ഫയർ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ആ മിസൈൽ മിസ്സായി. അങ്ങനെ അവൻ പിന്നെയും ഒരു മിസൈലും കൂടെ അയച്ചു. അതിപ്പം ഒരു മിഗിനെ കൂടെ തകർത്ത് കളയാണ്. ഇനിയിപ്പോൾ മാവറിക്കിന്റെ ജെറ്റിൽ ആകെ ഒരൊറ്റ മിസൈലേ ബാക്കിയുള്ളൂ. ഈ സമയത്താണ് ഒരു മിഗ് മാവറിക്കിന്റെ പുറകെ വരുന്നത്. അതിപ്പോൾ അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ കാര്യം അവർക്കും മനസ്സിലായി. എന്നാൽ അവൻ മിസൈൽ വിടുന്നതിന് മുമ്പ് തന്നെ മാവറിക്ക് ഇപ്പം അവന്റെ വിമാനം മുകളിലേക്ക് ഉയർത്താണ്. അതോടുകൂടെ ആ മിഗ് ആണെങ്കിൽ അവന്റെ താഴെ കൂടെ മുന്നിലേക്ക് പോയി. അങ്ങനെ അവൻ കറങ്ങി തിരിഞ്ഞ് ആ മിഗിന്റെ പുറകിലെത്തി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ ഫയർ ചെയ്യാണ്. അതോടുകൂടെ 3ാമത്തെ മിഗും അവൻ തകർത്ത് കളഞ്ഞു. അങ്ങനെ മൊത്തം 4 മിഗുകൾ അവരിപ്പോൾ തകർത്തു. അതിൽ 3 മാവറിക്കും 1 ഐസ്മാനും. ഇനിയിപ്പോൾ 2 ബാക്കിയുള്ളൂ. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ആ 2 മിഗുകളും അവിടെ എസ്കേപ്പ് ആവാണ്. അങ്ങനെ അവർ സ്കൂട്ടായ കാര്യം കൺട്രോൾ റൂമിലുള്ള ആൾക്കാരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാവറിക്കും ഐസ്മാനും അവരുടെ ഷിപ്പിന്റെ അടുത്തേക്ക് എത്തി. ഇപ്പൊ മാവറിക്ക് അവിടേക്ക് വിളിച്ചിട്ട് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുകയാണ്. എന്നാൽ അയാൾ പറയുന്നത് ഇവിടെ ലാൻഡിംഗ് സാധ്യമല്ലെന്നാണ്. അത് കേൾക്കുമ്പോൾ മാവറിക്കിന് ശരിക്കും ചിരിയാണ് വരുന്നത്. ഈ സമയം പുറകിലിരിക്കുന്ന മെർലിൻ ചോദിക്കുന്നത്, അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ അത് ഞാൻ ഇപ്പം നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ആ വിമാനം വളരെ വേഗത്തിൽ ആ ഷിപ്പിന്റെ അടുത്തൂടെ കടന്നുപോയി. അവന്റെ കൂടെ ഐസ്മാന്റെ വിമാനമുണ്ട്. ഈ സമയം അയാളാണെങ്കിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ വിമാനം അങ്ങോട്ട് പോയപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കോഫി തട്ടിപ്പോയി. അയാളാണെങ്കിൽ കുറെ തെറിയും പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അയാൾ പറഞ്ഞത്. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ വിമാനങ്ങൾ ആ ഷിപ്പിലേക്ക് ലാൻഡ് ചെയ്തു. അവർ സ്വീകരിക്കാൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ ആൾക്കാരും അവിടെ കൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് ഐസ്മാൻ മാവറിക്കിനെ വിളിക്കുന്നത്. അവൻ പറയുന്നത്, നീ ഇപ്പോഴും ഡേഞ്ചറസ് ആണ്, പക്ഷെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ വിങ്മാൻ ആവാം. ഐസ്മാൻ ചിരിച്ചുകൊണ്ടാണത് പറയുന്നത്. അതേക്കുന്ന മാവറിക്കും ചിരിച്ചു. നിനക്ക് വേണമെങ്കിൽ എന്റെ വിങ്മാനും ആവാം എന്നാണ് മാവറിക്ക് പറയുന്നത്. അങ്ങനെ ഇവിടെ മുതൽ ഇവർ തമ്മിലുള്ള വലിയൊരു സൗഹൃദം ആരംഭിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ആ ഷിപ്പിന്റെ അകത്തേക്ക് ചെന്നു. അവന്റെ കയ്യിൽ ഇപ്പോഴും ഗൂസിന്റെ ആ ടാഗ് ഉണ്ട്. അവൻ അത് എടുത്തിട്ട് ആ കടലിലേക്ക് എറിയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാവറിക്കിപ്പം ഒരു ബാറിലിരിക്കുകയാണ്. ഈ സമയത്താണ് അവനെ തേടി ചാർലി വരുന്നത്. അവളെ കാണുമ്പോൾ അവനും സന്തോഷമായി. അവൻ വേഗം ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.